ഹായ്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് സിംഗുലാരിറ്റീസിനെ കുറിച്ചാണ്. എന്താണ് സിംഗുലാരിറ്റീസ്? എന്താണ് സിംഗുലർ പോയിന്റ് എന്ന് നോക്കാം. അതായത് എ പോയിന്റ് ഇസഡ് ഈക്വൽ ടു എ ഈ സെറ്റ് ടു ബി എ സിംഗുലർ പോയിന്റ് ഓഫ് എഫ് ഓഫ് ഇസഡ്. അതായത് ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ് എന്ന് പറയണമെങ്കിൽ എന്താണ് പറയുന്നത്? ഇസഡ് ഈക്വൽ ടു എ ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കണം. അതായത് ഒരു പോയിന്റ് ഇസഡ് ഈക്വൽ ടു എ, എഫ് ഓഫ് ഇസഡ് എന്നൊരു ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ് എന്ന് പറയണമെങ്കിൽ ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും അനാലിറ്റിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഈക്വൽ ടു എ നമുക്ക് സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ഇനി ഈ സിംഗുലർ പോയിന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ക്ലാസസ്. രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തത് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സും അടുത്തത് നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സും ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗുലർ പോയിന്റ്സ് ആണ്. W ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ, ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒരു ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം ഇൻ പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് എ. അതായത് W ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ, അതിൽ ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്കൊരു ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം ഇൻ പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് എ ഇൻ ദി ഫോം, അത് ഈക്വേഷൻ നമ്പർ 1 എന്ന ഫോമിലായിരിക്കും. അതായത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു മൈനസ് എൻ. ഇതിലെ ഈ എ എൻ വരുന്ന പാർട്ടിന്റെ പേരാണ് അനാലിറ്റിക് പാർട്ട്, ബി എൻ വരുന്ന പാർട്ടിന്റെ പേരാണ് പ്രിൻസിപ്പൽ പാർട്ട്. അതായത് എ എൻ വരുന്ന പാർട്ടിൽ വരുന്ന എന്താണ്? ഇസഡ് മൈനസ് എയുടെ പോസിറ്റീവ് പവേഴ്സ് ആണ്. ബി എൻ വരുന്ന പാർട്ടിൽ വരുന്നതോ ഇസഡ് മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് ആണ്. റേസ് ടു നെഗറ്റീവ് മൈനസ് റേസ് ടു മൈനസ് എൻ അല്ലേ? അപ്പൊ ഇസഡ് മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് ആണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അതിന്റെ പേര് പ്രിൻസിപ്പൽ പാർട്ടാണ്. ഇതെന്താണ്? ഇസഡ് മൈനസ് എയുടെ പോസിറ്റീവ് പവേഴ്സ്, അതിന്റെ പേര് അനാലിറ്റിക്കൽ പാർട്ടാണ്. അടുത്ത് പറയാൻ പോകുന്നത് സിംഗുലാരിറ്റീസ് ആർ ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്പ് സിംഗുലാരിറ്റീസ് ഉണ്ട്. അവയാണ് റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസൻഷ്യൽ സിംഗുലാരിറ്റി. അതിൽ ആദ്യം നോക്കേണ്ടത് റിമൂവബിൾ സിംഗുലാരിറ്റി. വാട്ട് ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി? അതായത് എ സിംഗുലാർ പോയിന്റ് ഇസഡ് ഈക്വൽ ടു എ ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് സെഡ് ടു ബി എ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ഓഫ് എഫ് ഓഫ് ഇസഡ് if there are no terms in the principal part of its Lorentz series about z equal to a. ഒരു ഫംഗ്ഷൻ W ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്, അതിനകത്തുള്ള ഒരു സിംഗുലാർ പോയിന്റ് ആണ് ഇസഡ് ഈക്വൽ ടു എ. ഈ സിംഗുലാർ പോയിന്റ് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് ഇൻ പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് എ. ഇസഡ് മൈനസ് എയുടെ പവേഴ്സ്, അതായത് ഇസഡ് ഈക്വൽ ടു എയുടെ പവേഴ്സിൽ നമ്മൾ ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന പ്രിൻസിപ്പൽ പാർട്ടില്ലേ? എന്താണ് പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത്? ഇസഡ് മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് ഉള്ള പാർട്ടാണ് അല്ലേ? പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണെങ്കിൽ അതിന്റെ പേരാണ്, അതായത് ഇഫ് ദർ ആർ നോ ടേംസ് ഇൻ ദ പ്രിൻസിപ്പൽ പാർട്ട്, പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് നോ ടേംസ്, അതായത് പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണെങ്കിൽ, അതായത് ഇസഡ് മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ടേംസ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ അതിന്റെ പേരാണ് റിമൂവബിൾ സിംഗുലാരിറ്റി. ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റ് റിമൂവബിൾ സിംഗുലാരിറ്റി ആകണമെങ്കിൽ നമ്മളിതിനെ ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇസഡ് മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ടേം ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല. അതായത് പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണ്. എന്താണ് പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞാൽ? ഇസഡ് മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ടേംസ് ഒന്നും തന്നെ ഇല്ലാതിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അതിന് റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണെങ്കിൽ അതിന്റെ പേരാണ് റിമൂവബിൾ സിംഗുലാരിറ്റി. ഇനി എന്താണ് പോൾ എന്ന് നോക്കാം. എന്താണ് പോൾ?
പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ പോയിന്റ് z ഈക്വൽ ടു a of an analytic function f of z is said to be a pole of f of z if there are a finite number of non-zero terms in the principal part of its Lorentz series about z equal to a. f of z എന്ന് പറയുന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ z ഈക്വൽ ടു a ഒരു സിംഗുലർ പോയിന്റ് ആണ്. നമ്മൾ ഇതിന് ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് എബൌട്ട് ഇൻ പവേഴ്സ് ഓഫ് z മൈനസ് a. z ഈക്വൽ ടു a എന്ന് പറയുമ്പോൾ എന്താണ്? z മൈനസ് എയുടെ പവേഴ്സിൽ നമ്മൾ ഇതിന് ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ f of z എന്ന് പറയുന്ന അനാലിറ്റിക് ഫംഗ്ഷനെ z ഈക്വൽ ടു a എന്ന് പറഞ്ഞ സിംഗുലർ പോയിന്റ് ആണ്. നമ്മളൊരു ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് ഇൻ പവേഴ്സ് ഓഫ് z മൈനസ് a. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് എന്താണ് പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞാൽ? z മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന പാർട്ട്, അതായത് 1/z മൈനസ് എ, 1/z മൈനസ് എ ഹോൾ സ്ക്വയർ, 1/z മൈനസ് എ ഹോൾ ക്യൂബ്, ഇങ്ങനെ വരുന്ന ടേംസ്. ആ ടേംസ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളോ എങ്കിൽ, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളോ എങ്കിൽ, അതായത് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളോ എങ്കിൽ അതിന്റെ പേരാണ് പോൾ. ഇനി പോൾ ആണെങ്കിൽ ഒരു ഓർഡർ കാണും. എന്താണ് പോളിന്റെ ഓർഡർ? പോൾ ഓഫ് ഓർഡർ എത്രയാണ്? ഈ 1/z മൈനസ് എ ഇല്ലേ, ആ ടേമിൽ വരുന്ന ഹയസ്റ്റ് പവർ ആണ് പോൾ, പോളിന്റെ ഓർഡർ. അതായത് 1/z മൈനസ് എ ഹോൾ ക്യൂബ് വരെയാണ് ഉള്ളതെങ്കിൽ ഓർഡർ 3 ആണ്. 1/z മൈനസ് എ ഹോൾ സ്ക്വയർ വരെയാണ് ഉള്ളതെങ്കിൽ പോൾ ഓഫ് ഓർഡർ 2 ആണ്. പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ അതിന് ഡബിൾ പോൾ എന്ന് പറയാം. 1/z മൈനസ് എ വരെ ഉള്ളതെങ്കിൽ അതിനെന്ത് പറയാം? പോൾ ഓഫ് ഓർഡർ 1 ആണ്. പോൾ ഓഫ് ഓർഡർ 1 ആണ് സിമ്പിൾ പോൾ. അപ്പം 1/z മൈനസ് എ ഹോൾ റൈസ്റ്റ് 4 വരെയാണ് ഉള്ളതെങ്കിലോ പോൾ ഓഫ് ഓർഡർ 4 ആണ്. അതായത് z ഈക്വൽ ടു എ എന്ന് പറയുന്ന സിംഗുലർ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തു? f of z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ലാറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ z മൈനസ് എയുടെ പവേഴ്സിലാണ് എക്സ്പാൻഡ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോഴുള്ള പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ എങ്കിൽ അതാണ് പോൾ. അതിന് വരുന്ന 1 മൈനസ് എയുടെ ഹയസ്റ്റ് പവർ ആണ് അതിന്റെ ഓർഡർ. പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ അതിന്റെ സിമ്പിൾ പോൾ എന്നും, പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ ഡബിൾ പോൾ എന്നും പറയും. ഇനി പഠിക്കാനുള്ള ഒരു ടൈപ്പും കൂടെയാണ് എന്താണ്? എസൻഷ്യൽ സിംഗുലാരിറ്റി. എസൻഷ്യൽ സിംഗുലാരിറ്റി എന്താണെന്ന് നോക്കാം. എ സിംഗുലർ പോയിന്റ് z equal to a of f of z is called the essential singular point if there are finite number of terms in the infinite number of terms. If there are infinite number of terms. If there are infinite number of terms in the principal part of Lorentz series of f of z about z equal to a. അതായത് z ഈക്വൽ ടു a എന്ന് പറയുന്നതാണ് സിംഗുലർ പോയിന്റ്. f of z ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. നമ്മൾ ലോറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രിൻസിപ്പൽ പാർട്ടില്ലേ, എന്താണ് പ്രിൻസിപ്പൽ പാർട്ട്? z മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ടേംസ്. ആ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്, അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ z ഈക്വൽ ടു a പറയുന്ന പേരാണ് എസൻഷ്യൽ സിംഗുലാരിറ്റി എന്ന്. z ഈക്വൽ ടു a പറയുന്ന പേരാണ് എസൻഷ്യൽ സിംഗുലർ പോയിന്റ്. ആ സിംഗുലാരിറ്റിയാണ് എസൻഷ്യൽ സിംഗുലാരിറ്റി. അതായത് ലോറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ, then it is said to be essential singularity. ലോറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന നെഗറ്റീവ് പവേഴ്സ് ഉള്ള ടേംസ് ഇല്ലേ, അതായത് 1/z മൈനസ് എ, 1/z മൈനസ് എ ഹോൾ സ്ക്വയർ, 1/z മൈനസ് എ ഹോൾ ക്യൂബ്, ഇങ്ങനെ അത് എക്സെട്ര ആയിട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എങ്കിൽ ഇതിന് പറയുന്ന പേരാണ് എസൻഷ്യൽ സിംഗുലാരിറ്റി. ഈ ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റി മിക്കവാറും KTU ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഡെഫിനിഷൻ എഴുതാനായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. 7 മാർക്കിനും 3 മാർക്കിനും ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസും ഉണ്ട്. പ്രോബ്ലംസിന്റെ ഒരു ക്വസ്റ്റ്യനും കിട്ടാറുണ്ട് എക്സാമിന് ഈ ഡെഫിനിഷൻസും കിട്ടും, അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യാൻ കിട്ടും. അപ്പൊ ഇനി അടുത്ത് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ സിംഗുലാരിറ്റി ഓഫ് f of z ഈക്വൽ ടു sin z by z, z നോട്ട് ഈക്വൽ ടു 0, 1 z ഈക്വൽ ടു 0. ഇവിടെ വന്ന സിംഗുലർ പോയിന്റ് ആരാണ്? z ഈക്വൽ ടു 0 എന്നുള്ളതാണ് സിംഗുലർ പോയിന്റ്. ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ്, അതായത് z ഈക്വൽ ടു 0 ആണ് സിംഗുലർ പോയിന്റ്. അത് എന്ത് തരം സിംഗുലർ പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിയർ ദ സിംഗുലർ പോയിന്റ് ഈസ് z ഈക്വൽ ടു 0.
ഇസഡ് ഈക്വൽ 0 ആണ്. ഇത് എന്ത് തരമാണെന്ന് നോക്കുകയാണ്. എഫ് ഓഫ് ഇസഡ് എന്താണ്? സൈൻ ഇസഡ് ബൈ ഇസഡ്. നമുക്കിതിന് 1/z ഇൻറ്റു എന്താണ് സൈൻ ഇസഡിന്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ? നമ്മൾ മെക്ലാറൻ സീരീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. മെക്ലാറൻ സീരീസ്, ടൈലർ സീരീസ്, ലോറന്റ് സീരീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. എന്താണ് സൈൻ ഇസഡിന്റെ എക്സ്പാൻഷൻ? ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റൈസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. അപ്പൊ സൈൻ ഇസഡിന്റെ എക്സ്പാൻഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി എന്ത് ചെയ്യും? ഈ ഇസഡ് ഈ 1/z കയറ്റി. അപ്പൊ എന്താവും? 1 മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 4/5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റൈസ് ടു 6/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയിലെ. എന്ത് മനസ്സിലായില്ലെന്ന്? ഇവിടെ ഇസഡ് റൈസ് ടു 0 ആണ് വരുന്നത്. ഇസഡ് റൈസ് ടു 0 ആണല്ലോ 1. അടുത്ത ഇസഡ് സ്ക്വയർ, ഇസഡ് റൈസ് ടു 4, ഇസഡ് റൈസ് ടു 6. അങ്ങനെ ഇനി ഇസഡിന്റെ പോസിറ്റീവ് പവേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇസഡിന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇസഡ് റൈസ് ടു -1, ഇസഡ് റൈസ് ടു -2, ഇസഡ് റൈസ് ടു -3 അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. അപ്പൊ എന്താണ്? പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണ്. ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ്. അപ്പൊ എന്ത് പറയാം? ഇസഡ് ഈക്വൽ ടു 0 ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി അല്ലേ? നെഗറ്റീവ് ഇസഡിന്റെ നെഗറ്റീവ് പവറുള്ള ടേംസ് ഒന്നും തന്നെ ഇല്ല. അതായത് ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ്. പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ്. ആരാണ് പ്രിൻസിപ്പൽ പാർട്ട്? ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സ് ഉള്ള പാർട്ടാണ് പ്രിൻസിപ്പൽ പാർട്ട്. അപ്പൊ എന്ത് പറയാം? സോ ഇസഡ് ഈക്വൽ ടു 0 ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി. സോ ഇസഡ് ഈക്വൽ ടു 0 ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Prove that the function f of z equal to z minus sin z by z cube has removable singularity at z equal to 0. ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? f of z equal to z minus sin z by z cube. എന്താണ് സിംഗുലർ പോയിന്റ്? z equal to 0 ആണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് എന്താണ്? z ക്യൂബ് 0. അപ്പൊ z 0, z ഈക്വൽ ടു 0 ആണ് സിംഗുലർ പോയിന്റ്. നമുക്കിത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. ചെയ്ത് നോക്കാം. എന്താണ്? z മൈനസ് വാട്ട് ഈസ് ദ മെക്ലാറൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് സൈൻ z? z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയിലെ ബൈ z ക്യൂബ്. ഇനി എന്ത് ചെയ്യാം? ഈ ഇസഡും മൈനസ് ഇസഡും കൂടെ വെട്ടിപ്പോകുമല്ലോ. ഈ മൈനസ് അകത്തോട്ട് കയറും. അപ്പൊ എന്താവും? ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 7/7 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റൈസ് ടു 9/9 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ബൈ ഇസഡ് ക്യൂബ് ഉണ്ട് ഇല്ലേ? ഇതെന്താണ്? നമുക്ക് എല്ലാ ടേംസിൽ നിന്നും ഒരു ഇസഡ് ക്യൂബ് വെട്ടിക്കളയാം. എല്ലാ ടേംസിൽ നിന്നും ഒരു ഇസഡ് ക്യൂബ് വെട്ടിക്കളയാം. അപ്പൊ എന്താവും? 1/3 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 4/7 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റൈസ് ടു 6/9 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. ഇവിടെ എന്താണ്? ഇസഡിന്റെ പോസിറ്റീവ് പവേഴ്സ് ഉള്ള പാർട്ട് മാത്രമേ ഉള്ളൂ. ഇസഡിന്റെ ഇതെന്താണ്? 1 എന്ന് പറഞ്ഞാൽ ഇസഡ് റൈസ് ടു 0 ആണ്. അടുത്ത ഇസഡ് സ്ക്വയർ, ഇസഡ് റൈസ് ടു 4, ഇസഡ് റൈസ് ടു 6 ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇസഡിന്റെ പോസിറ്റീവ് പവറുള്ള ടേംസ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് പവറുള്ള ടേംസ് ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്ത് പറയാം? പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ് ഇൻ ദ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of z. ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ്. അപ്പൊ എന്താണ്? ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ്. സോ z ഈക്വൽ ടു 0 ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി അല്ലേ? സോ z ഈക്വൽ ടു 0 ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി. ആൻസർ ആയില്ലേ?
അപ്പോൾ നമ്മൾ ഈ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. എക്സ്പാൻഷൻ അറിഞ്ഞുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതായത് നമ്മൾ e⁻x എക്സ്പാൻഷൻ അറിയണം. സൈൻ ഇസെറ്റ്, കോസ് ഇസെറ്റ്, സൈൻ എച്ച് ഇസെറ്റ്, കോസ് എച്ച് ഇസെറ്റ്, ഇതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. ഇനി അഥവാ അറിഞ്ഞുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് മെക്ലാറൻ സീരീസ് എക്സ്പാൻഷന്റെ ഫോർമുല അറിയാം. അത് വെച്ച് ചെയ്തു നോക്കുക. കുറച്ച് പണിയും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. മെക്ലാറൻ സീരീസ് എക്സ്പാൻഷൻ വെച്ച് ചെയ്തു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ എക്സ്പാൻഷൻ കിട്ടും അല്ലേ? അപ്പോൾ എന്താ ഇവിടെ കിട്ടിയത്? ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണ്. അതായത് z⁻ നെഗറ്റീവ് പവറുള്ള ആര് തന്നെ ഇല്ല. പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെന്റ്. സോ z=0 ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് z=0 ഈസ് ആൻ എസൻഷ്യൽ സിംഗുലാരിറ്റി ഓഫ് e⁻1/z. സിംഗുലർ പോയിന്റ് z=0 ആണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? e⁻1/z ആണ്. അവിടെ നോട്ട് ഡിഫൈൻഡ് വരുന്നത് എവിടെയാണ്? z⁻0 വരുമ്പോൾ അല്ലേ? അപ്പം 1/0 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയിക്കോളും അല്ലേ? അപ്പൊ z⁻0 വരുന്ന പോയിന്റ് ആണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. ചെയ്തു നോക്കാം. f(z) എന്താണ്? e⁻1/z ആണ്. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് ഈ എക്സ്പാൻഷൻ ഓഫ് e⁻x? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് e⁻x? 1 പ്ലസ് x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 പ്ലസ് എക്സെട്ര ആണ്. അപ്പൊ ഇതെന്താണ്? 1 പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് 1/z ആണ്. 1/z/1 ഫാക്ടോറിയൽ പ്ലസ് 1/z²/2 ഫാക്ടോറിയൽ പ്ലസ് 1/z³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. ഇതല്ലേ? ഇതിനെങ്ങനെ എഴുതാം? 1 പ്ലസ് 1/z into 1 ഫാക്ടോറിയൽ അല്ലേ? പ്ലസ് 1/z² into 2 ഫാക്ടോറിയൽ പ്ലസ് 1/z³ into 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലേ? ഇവിടെ ഏത് പാർട്ടാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്? ഇവിടെ അനാലിറ്റിക്കൽ പാർട്ടാണ് ഇല്ലാത്തത് അല്ലേ? അനാലിറ്റിക്കൽ പാർട്ട് അതായത് ഇസെന്റെ നെഗറ്റീവ് പവേഴ്സ് ഉള്ള പാർട്ട് എന്താണ്? പ്രിൻസിപ്പൽ പാർട്ട്. പ്രിൻസിപ്പൽ പാർട്ടിൽ എത്ര ടേംസ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് അല്ലേ? 1/z ഉണ്ട്, അടുത്ത് 1/z², 1/z³, അങ്ങനെ 1/z⁻, അങ്ങനെ പോവുകയാണ്. അപ്പൊ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. അപ്പൊ z=0 എന്താണ്? എസൻഷ്യൽ സിംഗുലാരിറ്റി. ഹിയർ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് infinite number of terms. So z=0 is essential singularity. അല്ലേ? ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ്. അതുകൊണ്ട് z=0 is essential singularity. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. Next question is, discuss the singularities of f(z) = sin z/z⁻⁴. f(z) = sin z/z⁴. ഇവിടെ എന്താണ് സിംഗുലർ പോയിന്റ്? ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് ആണ്. അപ്പൊ z⁻4 0 വരിക എന്ന് പറഞ്ഞാൽ z0. ഹിയർ z=0 ഈ സിംഗുലർ പോയിന്റ്. ഹിയർ z=0 ഈ സിംഗുലർ പോയിന്റ്. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് ഈ എക്സ്പാൻഷൻ ഓഫ് സൈൻ z? 1/z⁻4 മാറ്റിയിട്ട് വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് സൈൻ z? z മൈനസ് z³ 3 ഫാക്ടോറിയൽ പ്ലസ് z⁵5/5 ഫാക്ടോറിയൽ മൈനസ് z�7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. ഈ 1/z⁴ അകത്തോട്ട് കയറ്റാം. അപ്പൊ എന്ത് വരും? 1/z³ minus 1/z into 3 factorial plus z/5 factorial minus z³ factorial plus etc. ഇവിടെ എന്താണ്? നമ്മൾ എപ്പോഴും പ്രിൻസിപ്പൽ പാർട്ടാണ് നോക്കുന്നത്. പ്രിൻസിപ്പൽ പാർട്ട് എത്ര ടേംസ് ഉണ്ട്? 1/z³ 1/z. Here the principal part contains only 2 terms. എന്താണ് പ്രിൻസിപ്പൽ പാർട്ട്?
ഇസഡിന്റെ നെഗറ്റീവ് പവർ വരുന്നത്. അതായത് 1/z, 1/z², 1/z³ ഇങ്ങനെ വരുന്ന ടേംസ് ആണ് പ്രിൻസിപ്പൽ പാർട്ട്. അങ്ങനെയുള്ള 2 ടേംസേ ഉള്ളൂ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. അപ്പൊ എന്താണ്? z = 0 ഈസ് എ പോൾ. z = 0 ഈസ് എ പോൾ. പോൾ ആണെങ്കിൽ ഓർഡർ കാണുമല്ലോ. എന്താണ് ഓർഡർ? ഓർഡർ എന്താണ്? 1/z ഹയസ്റ്റ് പവർ എത്രയാണോ അത്. ഹയസ്റ്റ് പവർ ഏതാണ്? 1/z ഉം 1/z³ ഹയസ്റ്റ് പവർ ഏതാണ്? 3 അല്ലേ? അപ്പോൾ ഓർഡർ 3 ആണ്. അതായത് ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. These 2 terms are the terms in the principal part. So it is z = 0 is a pole. ഇതിന്റെ ഓർഡർ എന്താണ്? ആ 1/z ഹയസ്റ്റ് പവർ ആണ്, അതായത് 3 ആണ് ഓർഡർ. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഡിസ്കസ് ദ സിംഗുലാരിറ്റീസ് ഓഫ് ദ ഫംഗ്ഷൻ f of z = e⁻1/z-2. ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ആരാണ്? f of z = e⁻1/z-2 ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ആരാണ്? അതായത് 1/z-2 z-2 0 വരുന്ന പോയിന്റ്, അതായത് z = 2. ഹിയർ z = 2 ഈസ് ദ സിംഗുലർ പോയിന്റ്. നമുക്ക് നോട്ട് ഡിഫൈൻഡ് വരുന്ന പോയിന്റ് ആണ്. അതായത് 1/z-2 z 2 വരുമ്പോൾ എന്താണ്? 1/0 നോട്ട് ഡിഫൈൻഡ് വരും. അപ്പൊ e⁻ നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ? അപ്പൊ z = 2 ഈസ് ദ സിംഗുലർ പോയിന്റ്. ഇതെന്താണെന്ന് നോക്കാം. എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? e⁻x ന്റെ എക്സ്പാൻഷൻ പോലെ. എന്താണ് e⁻x ന്റെ എക്സ്പാൻഷൻ? 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. നമുക്ക് അതേപോലെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 1 + 1/z-2/1 ഫാക്ടോറിയൽ പ്ലസ് 1/z-2 ഫാക്ടോറിയൽ പ്ലസ് 1/z-2 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ് അല്ലേ? ഇതെങ്ങനെ വരും? 1 + 1/z-2 × 1 ഫാക്ടോറിയൽ പ്ലസ് 1/z-2 2 ഫാക്ടോറിയൽ പ്ലസ് 1/z-2 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. ഇവിടെ എന്താണ്? ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്. അതായത് 1/z-2 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 അങ്ങനെ z-2 നെഗറ്റീവ് പവർഫുൾ ടേംസ് ആണ് വരാൻ പോകുന്നത്. ഹിയർ ദ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. So z = 0, z = 2 is essential singularity. Here principal part contains infinite number of terms. So z = 2 is essential singularity. ഈ ടൈപ്പ് കഴിഞ്ഞു. നമുക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത്? സിംഗുലാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം കിട്ടും. അതോടൊപ്പം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റിയെ കുറിച്ച് എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ എളുപ്പമുള്ളൊരു പോർഷനാണ്, വിടാതെ പഠിക്കേണ്ട ഒരു പോർഷനാണ്. ഓക്കെ, താങ്ക് യു.